भाइयों बहनों अंकल जी आंटी जी माँ जी पिताजी सब लोगों को പൂജ की നമസ്കാർ. പ്രത്യേകിച്ച് ഇന്ന് ക്ലബ് FM കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് എന്റെ വക ഒരു കലക്കൻ ഹാപ്പി മദേഴ്സ് ഡേ വിഷസ്. ഒപ്പം എല്ലാ നഴ്സസിനും വെരി ഹാപ്പി നഴ്സസ് ഡേ. അപ്പൊ നമുക്ക് സമയം കളയാതെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിലൂടെ കഴിഞ്ഞ ആഴ്ചയിലെ ഹെഡ്ലൈൻസ് പാക്കലാമ. കർണാടകയിൽ വലതു പാർട്ടിക്ക് ഭൂരിപക്ഷം. കർണാടകയിലെ പാർട്ടിയുടെ തോൽവിയെ പറ്റി നരേന്ദ്രമോദിയോട് ചോദിച്ചപ്പോ മൂപ്പർക്ക് പല്ലുവേദന. റെയിൽവേയിൽ മൊത്തം കോഴമയം. ലിബുവായി കോഴി നഹി കോഴ ഹെജി. ഗുജറാത്തിലെ സിംഹങ്ങളും ഇന്ത്യൻ പൗരന്മാരെന്ന് കോടതി. ജാക്കിർ ഹുസൈന്റെ തബല മോഷണം പോയി. ഈ തബല എടുത്തിരിക്കുന്നത് മിക്കവാറും ജഗതിച്ചേട്ടനാണെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ അത് വെച്ച് ഭയങ്കര പ്രാക്ടീസാ. മെഗാ സീരിയൽ താരസംഘടന ആത്മയുടെ ക്രിക്കറ്റ് ടീം വരുന്നു. അപ്പൊ ഇവരുടെ മാച്ചും മെഗാ സീരിയൽ പോലെ എപ്പിസോഡ് കണക്കായിരിക്കും. ചിയർ ഗേൾസ് മൊത്തം കരച്ചിലും ആയിരിക്കും. ഗൗരി അമ്മയ്ക്കെതിരെ ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ലെന്ന് ചീഫ് വിപ്പ്. ധോണിയെ ദൈവമാക്കിയ മാഗസിനെതിരെ കേസ്. ധോണിക്ക് ഉണ്ട് നോട്ടീസ്. ഒരു കയ്യിൽ കോള, ഒരു കയ്യിൽ ചിപ്സ്, ഒരു കയ്യിൽ ചവനപ്രാശം, പിന്നെ സുദർശന ചക്രത്തിന് പകരം സീലിംഗ് ഫാൻ. ഇത് കണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലിരുന്ന് ഞെട്ടിക്കാടും. ഉദ്ഘാടന ചടങ്ങിന് ഭദ്രദീപം കൊളുത്തുന്നതിനിടയിൽ കേരള റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററുടെ മുണ്ടിന് തീപിടിച്ചു. ഇറ്റ് കൻ ഹാപ്പൻ ടു എനിവൺ അല്ലേ? പക്ഷെ ഇത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയാണ്. ഓൺ ക്ലബ് FM ടൺ കണക്കിന് ഫൺ. വിത്ത് യു ഇസ് യുവർ ആർജെ ദോസ്ത് പൂജ. It happens only in India. Once again a very good Sunday morning to you. Idu ungal RJ Pooja with you on Club FM tan kanakkine fun. Ende koode undu nammade sound master Lebu bhai, program producers Murli and Devesh. ഗൾഫിന്ന് തിരിച്ചു വന്നപ്പോ ഫ്ലൈറ്റിലെ AC-യുടെ തണുപ്പും എയർ ഹോസ്റ്റസിന്റെ സ്നേഹനിർഭരമായ നോട്ടവുമൊക്കെ ആസ്വദിച്ചു വന്നു. പക്ഷേ ഇനി തിരിച്ചു പോകുമ്പോഴേ മിക്കവാറും AC-യിലും യാത്രക്കാരങ്ങ് വേർക്കും. ടിക്കറ്റ് ചാർജ് ഓർത്ത് കണ്ണീന്ന് കണ്ണീരും വരും. സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അവധിക്ക് വരുന്നവരുടെ തിരിച്ചുപോക്കിനെ ചൂഷണം ചെയ്ത് വിമാന കമ്പനിക്കാർ കൊള്ളയടി തുടരുകയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിന് മാത്രമല്ല ബാഗേജ് ചാർജും കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ചക്കയുടെയും ആകയുടെയും കാലാണെന്ന് കരുതി ആരും പൊതിഞ്ഞു കെട്ടി എടുക്കണ്ട കേട്ടോ. എന്തായാലും ഇങ്ങനെ പോയാലും മിക്കവാറും നമുക്ക് ഗഫൂറൊക്കെ വിളിക്കേണ്ടി വരും. വിളിക്കാം, പക്ഷെ ആദ്യം പാട്ട്, പിന്നെയാണ് ടോക്ക് ഓൺ ക്ലബ് FM ടൺ കണക്കിന് ഫൺ. സ്റ്റേ ട്യൂൺ. It happens only in India. ഗൾഫിലോട്ട് പറന്നു പോണെങ്കിൽ പോക്കറ്റ് കീറും എന്ന സ്ഥിതി ആയോണ്ട് നമുക്ക് ഗഫൂർക്കയുടെ ഹെൽപ്പ് ചോദിച്ചാലോ എന്നൊരു ആലോചന. പക്ഷേ ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ, സീസൺ ആണല്ലോ. എന്നാലും വിളിച്ചു നോക്കാം. ഗഫൂർക്ക, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഗഫൂർക്ക, ഫ്ലൈറ്റ് ചാർജ് ഒക്കെ കൂടിയിരിക്കുകയാണല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. അതല്ലേ, പക്ഷെ ഈ ടൈപ്പ് തോണിയിലൊക്കെ ഗൾഫിൽ പോകാൻ പറ്റൂ? കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണ ഒരുവാണ്. വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. പക്ഷെ നീന്തണം. നീന്തലോ? ആ, കടലിൽ നീന്തണം. അതെന്താ, ഈ തോണി കരയ്ക്ക് അടുക്കൂലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. അറബിന്റെ ഡ്രസ് കരുതണം. അതെന്തിനാ? അറബി കുപ്പായക്കാരൻ ഏത് പോലീസാണ് പിടിക്കുക? അതൊക്കെ ഓക്കെ, പക്ഷെ തോണിയിലുള്ള ആരെങ്കിലും ആരാന്നൊക്കെ ചോദിച്ചാലോ? ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളെ. ഇങ്ങനെയുള്ള തിങ്സ് കൻ ഹാപ്പൻ ഇൻ ഇന്ത്യ. ഇത് ക്ലബ് FM. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ. It happens only in India. Very good morning. ഇത് It happens only in India happening on Club FM ടൺ കണക്കിന് ഫൺ. കൂടെയുള്ളത് your RJ ദോസ്ത് പൂജ. ആധാർ കാർഡും കൊണ്ട് പാസ്പോർട്ട് എടുക്കാൻ പോയാലേ വീട്ടിൽ പോടാ എന്നുള്ള അലർച്ച കേൾക്കേണ്ടി വരും. വീട്ടിൽ പോയിട്ട് ഈ ആധാർ കാർഡിലെ വിവരങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനേ റേഷൻ കാർഡ്, SSLC ബുക്ക്, ID കാർഡ് ഇതൊക്കെ കൊണ്ടുവരാൻ പറയും. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ആധാർ കാർഡ്? മുഖ്യമന്ത്രിയോടൊന്ന് ചോദിക്കാം. പരന്തു മുഖ്യമന്ത്രി ഇപ്പോ രാഷ്ട്രഭാഷയിലേ സംസാരിക്കൂ. ഹിന്ദിയിലെ. അത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? എങ്കിൽ പറയാം. മുഖ്യമന്ത്രി की राष्ट्रभाषा कहानी
2 பாட்டுகளுக்கு சேஷம் only on Club FM. எங்கேயும் போயிடாதுங்க, அங்கேயே இருங்க.